ബിഷേ എന്താടാ നീ ഇന്ന് വൈകിയാറ വരുന്നേ? ഇതെന്നത്? ഹാ, ഇതാര്? നിന്നെ പകൽ വെളിച്ചത്തൊന്നും കാണാനില്ലല്ലോടെ. നീ വല്ല ഒടിയനും ആണോടാ? ചെല്ല് പോയി ക്ലാസ്സിൽ കയറാൻ നോക്കും. എന്നാലും എന്ത് കോലമാവന്റെ. വല്ല മാനുഫാക്ചറിങ് ഇഫക്റ്റും ആയിരിക്കും. ഇങ്ങനെ വല്ലാതെ ഞാൻ ആത്മഹത്യയും ചെയ്തേനെ. ഇപ്പൊ തന്നെ 8:30. ഇനി എന്നാ കഷ്ണിത്തലേം ക്ലാസ് കയറ്റാൻ പോകുന്നില്ല. ഞാൻ വല്ല ചീട്ടും കളിച്ചു ഇരിക്കാൻ പോവാ. നിങ്ങൾ വരുന്നുണ്ടേവാ? ഡാ, ഇന്നേതാ പറ? ഇന്ന് ഫ്രൈഡേ അല്ലേ? ബെസ്റ്റ് ഓർത്തോ. ഫ്രണ്ട് ഇരുന്ന ഉറപ്പായും ക്വസ്റ്റ്യൻ ചോദിക്കും. ആ കഷണ്ടി തലേനായിരിക്കും. Sit down. Afna, Anita, Basil, Bennett, Dixa, Teresa. Okay, let's start the class. Today we are going to discuss a new topic, orthodontic surgery. So we will be discussing about various skeletal discrepancies. നമ്മുടെ താടി എല്ലുകളുടെ അമിതമായ വളർച്ചയും അല്ലെങ്കിൽ വളർച്ചക്കുറവുകൾ കാരണം വരുന്ന മുഖവൈകല്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആഹാ, ഇന്നും നേരത്തെ ആണല്ലോ. ക്ലാസ് കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നല്ലോ. അറ്റൻഡൻസ് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് എടുക്കാമായിരുന്നു. സോറി സാർ. Okay, let's continue the class. Today we are going to discuss about skeletal class 3 malocclusion. In skeletal class 3 cases, the patient will have excessive growth of mandible when you compare to that of the maxilla. So its mandibular growth will be more when compared with maxilla. So let's continue next class. നിനക്കെന്ത് ഭാഗ്യമുണ്ടാ? സിലബസിൽ പോലും നിന്നെ പറ്റിയാ പഠിപ്പിക്കണ പണ്ടാരം. ഇനിയിപ്പോ സ്റ്റഡി മോഡൽ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇവനെ തന്നെയല്ലേ പഠിപ്പിക്കണേ. എക്സാമിനൊക്കെ എന്റെ മുമ്പിൽ തന്നെ ഒന്നിരിക്കണോ? അത് നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ നിന്നെ തന്നെ ഒക്കെ എഴുതിയേക്കാല. മതി, നിങ്ങൾക്ക് എന്താ സ്വന്തമായി പഠിച്ചെഴുതാറിയില്ലേ? ഓ, ബീസ്റ്റിന്റെ ബ്യൂട്ടി ഒന്നല്ല. ബാ നമുക്ക് പോയേക്കാം. പത്രക്ക് സർജറി കയറാണല്ലേ, അല്ലെങ്കിൽ എൽദോസാറിന്റെ വായിലിരിക്കണേക്കണം.
നീ എന്തിനു മിണ്ടാതിരിക്കണേ? നീ ഇവരെ പറയാൻ അനുവദിച്ചിട്ടല്ലേ? ശേ, വായടപ്പിക്കണ എന്തിനാ? സത്യമല്ലേ? ശരിക്കും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ ദേഷ്യമാണ്. ഓരോ ദിവസവും കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ വെറുപ്പ് കൂടുന്നേ ഉള്ളൂ. എല്ലാവർക്കും നോക്കിച്ചിരിക്കാനുള്ള ഒരു കോമാളി. ഡോണ്ട് ലൂസ് യുവർ കോൺഫിഡൻസ്, ഓക്കെ? ഇത് അന്നത്തെ പഴയ കാലമൊന്നും അല്ല മോനെ. എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവും കേട്ടോ. ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ? അതൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ശേ, ബാ അടുത്ത പോസ്റ്റിങ്ങിന് കയറാൻ നോക്ക്. ദ ബീസ്റ്റ്, സോറി ബെനറ്റ്, കുറച്ച് കോട്ടൺ എടുത്തിട്ട് വരൂ. ചേച്ചി എനിക്ക് പേടിയാവുന്നു. തനിക്കൊരു മിനിമം കോമൺ സെൻസ് ഇല്ലടോ. തന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ പേടിയാവണു, പിന്നെയാണ് കൊച്ചിൻ്റെ മുമ്പിലോ നിൽക്കുന്നത്. മോൻ പേടിക്കണ്ട കേട്ടോ. അതിന് നീ എന്തിനാ അവനെ കുറ്റപ്പെടുത്തുന്നേ? അവൻ എന്ത് ചെയ്തിട്ടാ? നീ അവനെ ന്യായീകരിക്കാനൊന്നും വരണ്ട. അവനെ കണ്ട ആർക്കാ പേടിയാവത്തെ? എനിക്ക് തന്നെ പേടിയാവുന്നു. ഐ ഡോണ്ട് നോ വെദർ ഹി ഈസ് എ നോർമൽ കീപ് യുവർ മൗത്ത് ഷട്ട്, ഓക്കെ? നിന്റെ വിചാരം എന്താ? നീ വലിയ ഐശ്വര്യ റായ് ആണെന്നോ? നീ ആദ്യം നിന്റെ മുഖം കണ്ണാടി വൃത്തിക്കൊന്ന് നോക്ക്. അപ്പൊ അറിയാം എന്താ വൃത്തിയാണെന്ന്, കേട്ടോ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വൺ ഡേ ഓൾ ഓഫ് യു ഗോയിങ് ടു റിഗ്രറ്റ് ഫോർ വാട്ട് യു ഡൂയിങ് വിത്ത് ബെനറ്റ്, ഓക്കെ? അഫ്ന, അനീറ്റ, ബേസിൽ, ബെനറ്റ്. ഇതിപ്പോൾ സ്ഥിരമായിട്ട് ആബ്സെൻ്റ് ആണല്ലോ. ഒരു ക്ലാസ്സിലും വരാറില്ലേ? 80% അറ്റൻഡൻസ് ഇല്ലെങ്കിൽ അവൻ എക്സാം എഴുതാൻ പറ്റില്ല. അവനോട് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് മീറ്റ് ചെയ്യാനായിട്ട് പറയണം. അവൻ എന്താ വരാത്തതെന്ന് ആർക്കും അറിയില്ലേ? അവൻ ഹോസ്റ്റലുണ്ട് സർ. മനഃപൂർവ്വം വരാത്ത. അതെന്താ ഈ ഇയറിൽ അവന് പാസ്സാകണമെന്നില്ലേ? എങ്ങനെ വരാനാ സർ? എപ്പോഴും എല്ലാരും തന്നെ അവനെ കളിയാക്കൊണ്ടിരിക്കുക. എത്രയെന്ന് വെച്ചാ ഒരാൾ ഇങ്ങനെ കുത്തുവാക്കൾ കേൾക്കാൻ പറ്റുക? ഇവിടെ ഉള്ളവരുടെ വിചാരം അവർ വലിയ സുന്ദരന്മാരും സുന്ദരികളുമാണെന്ന വിചാരം. അവനോട് ഡിപ്പാർട്ട്മെന്റിൽ വന്ന് എന്നെ മീറ്റ് ചെയ്യാനായിട്ട് പറയണം. ഓക്കെ സർ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. മേ കമിൻ സർ? യെസ്, കമിൻ. സാർ ഇന്നലെ മീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പയ്യൻ. ഓ, ഇതാല്ലേ നമ്മുടെ ബീസ്റ്റ്. നീ താടി മുടിക്ക് നീട്ടി നല്ലൊരു ബീസ്റ്റ് ലുക്ക് ഉണ്ടല്ലോടാ. അത് ബീസ്റ്റ് തന്നെയാണല്ലോ സാർ. ഡാ, നീ എന്ത് കോഴ്സാ പഠിക്കണേന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ? ഇതിന്റെ സാധ്യതയെക്കുറിച്ച് നിനക്ക് അറിയാമെങ്കിൽ നീ ഈ കോലത്തിൽ നടക്കുവോ? സാർ, എനിക്ക് മനസ്സിലായില്ല. എടോ, തനിക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗവും കുറവുകളും ഒന്നുമില്ല. താൻ അത് മനസ്സിലാക്ക്. എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്നാണ് സാർ പറയുന്നത്? ഇനി നിന്റെ അവസ്ഥയ്ക്ക് നമുക്ക് മാറ്റം വരുത്തുവാൻ പറ്റുന്നതാണ്. നിനക്കിപ്പോൾ സ്കെലിറ്റൽ ക്ലാസ് 3 പാറ്റേൺ ആണ്. അതിൻ്റെ കാരണം നീ ഗ്രോയിങ് സ്റ്റേജിൽ ഒരു മയോഫങ്ഷണൽ അപ്ലയൻസ് ഉപയോഗിക്കുമായിരുന്നെങ്കിൽ മാറിക്കിട്ടുമായിരുന്നു. ഇനി നിനക്ക് സർജറി കൊണ്ട് മാത്രമാണ് മാറ്റാൻ പറ്റുള്ളൂ. പൂർണ്ണമായും നിന്റെ അസുഖം മാറിക്കിട്ടുന്നതാണ്. ആദ്യം നമുക്ക് നിന്റെ ഫേസിന്റെ ഒരു സൈഡ് വ്യൂ എക്സ്റേ എടുക്കാം. എന്നിട്ട് സർജറി ഡിപ്പാർട്ട്മെന്റ് ഒന്ന് കാണിക്കാം. എടാ, നീ ഉദ്ദേശിക്കുന്ന പോലെ നിനക്ക് വലിയ മാരക രോഗമൊന്നുമില്ല. താങ്ക് യു സാർ. ശരി, പിള്ളേരൊക്കെ പറഞ്ഞ് ചുമ്മാ പേടിപ്പിച്ച് വെച്ചേക്കണേ അന്നേ. Okay, tell me, what are the alternate technique for inferior alveolar nerve block? Tell me. Tell me.
ഇതൊന്നും അറിയാതെയാണോ സർജറി പോസ്റ്റിങ്ങിന് വരുന്നത്? ഇതൊന്നും പഠിച്ചിട്ടില്ലേ? സിസ്റ്ററെ, ആ ഒരു കിഡ്നി ട്രെയിൻ എടുത്തേ. ദേ, ഈ നമ്പറൊന്നും സർജറി നടക്കില്ല. പഠിച്ചിട്ടാണെങ്കിൽ മാത്രം സർജറി വന്നാൽ മതി, അല്ലാതെ വരണ്ട. ഗുഡ് മോർണിംഗ് സാർ. ആ, എന്താ പോലെ വിശേഷിച്ച്? ഇരിക്ക്. സാർ, സാറിന് ഒരു കേസ് കാണിക്കാനായിട്ട് വന്നതാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻറ്റാ. അതിനെന്താ, അവനെ ആ ചെയറിലോട്ട് ഇരുത്തിക്കോളൂ. നിൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പറ്റും. നിൻ്റെ ഈ താടിയലിൻ്റെ അമിത വളർച്ചയാണ് പ്രശ്നം. ഇപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ BSSO എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈലാട്രൽ സജറ്റൽ സ്പ്ലിറ്റ് ഓസ്റ്റിയോട്ടമി. പിന്നെ നിൻ്റെ താടിയലിൻ്റെ 2 വശവും കുറച്ച് കട്ട് ചെയ്ത് പുറകോട്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. അതിന് മുമ്പ് നമ്മുടെ പല്ലിൻ്റെ ഈ ക്രൗഡിംഗ് എല്ലാം ഒന്ന് ഡീകോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അത് ഓർത്തോയിൽ ഡോക്ടർമാർ ചെയ്തു തരും. ഫെബ്രുവരി 13 ഓൾ സർജറി ഡേ ആണ്. അന്ന് അനു ഡെന്റൽ കോളേജിൻ്റെ ഓർത്തോനാത്ത് സർജറി ക്ലിനിക് ഇനാഗുറേഷൻ ഉണ്ട്. നീ തന്നെ ആകട്ടെ ആദ്യത്തെ പേഷ്യൻറ്റ്. സോ ദാറ്റ് വിൽ ബി ആൻ ഇൻസ്പിറേഷൻ ടു അതേഴ്സ് ഓൾസോ. All the best. Beauty is power and smile is its word. Here we have the last and final contestants for our competition Crack the Rank. Why this theme? എൻ്റെ ലൈഫിൽ എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്ന ക്യാരക്ടറാണ് ബീസ്റ്റ്. ഒരു സമയത്ത് ഞാൻ ഒരുപാട് വെറുത്തിരുന്നൊരു പേര്. ഇവിടെയുള്ള എല്ലാവരും ഈ എൻ്റെ പഴയ രൂപം ഓർക്കുന്നുണ്ടാവും. ആൻഡ് ദിസ് ട്രമൻജസ് ട്രാൻസ്ഫോർമേഷൻ എല്ലാവരെയും ഞെട്ടിച്ചെന്നറിയാം. ഒരു സർജറിയിലൂടെ എനിക്ക് നോർമൽ ലൈഫ് സാധ്യമാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എന്നെപ്പോൾ ഒരുപാട് പേർ ഈ സൊസൈറ്റിയിൽ ഒരു കോംപ്ലക്സോട് ജീവിക്കുന്നുണ്ട്. And I want everybody to know the chances of orthodontic surgery. Everybody wants to live their life as a fairy tale. And I'm so lucky that I'm the real life hero of the fairy tale, Beauty and the Beast.